യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അബ്രഹാമിന് ദൈവം ചെയ്തതായ നിയമം, ആ നിയമം എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതായ വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അബ്രഹാമിൻ്റെ അവസ്ഥ, അവന് പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്തതായ ആ അവസ്ഥ, അതേപോലെ തന്നെ തൻ്റെ ഭാര്യയായ സാറയ്ക്ക് അവൾ മച്ചിയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ദൈവം അവരോട് ഈ നിയമം ചെയ്യുമ്പോൾ ഒരിക്കലും അബ്രഹാമിനോ സാറായിക്കോ പറയാൻ കഴിയത്തില്ല, ഇത് ഞങ്ങളുടെ തന്നെയായിട്ടുള്ള ശാരീരിക ക്ഷമതയുടെ ഭാഗമായിട്ടാണ് മക്കൾ ഉണ്ടാകുന്നത് എന്ന്. മറിച്ച് അവർക്ക് അപ്രകാരമുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അവരോട് സംസാരിക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുമാണ് എന്ന് അവർക്ക് തോന്നുമാറ്, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുമാറ് ദൈവം അവരോട് സംസാരിക്കുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ നിനക്ക് ഒരു സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ആ അസാധ്യത ഓർത്തുകൊണ്ടായിരിക്കാം അവൾ ചിരിക്കുന്നത്. എന്നാൽ അനുഗ്രഹം ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം സാധ്യമാക്കുന്നത്. അസാധ്യമാകുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിവുള്ളതായി ദൈവം ഈ അനുഗ്രഹങ്ങൾ ഒരു വാഗ്ദത്തമായും നിയമമായും അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ അടയാളം അവരിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പരിച്ഛേദന എന്നുള്ളതായ ഒരു ശാരീരികമായ അടയാളം ഓരോ ഇസ്രായേലിലെ ആൺകുട്ടികളിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. അത് യഹൂദ വംശത്തിൽ പിറന്നവരല്ലെങ്കിൽ കൂടെ അവർക്ക് ആ അടയാളം ഉണ്ടാകണം. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം, ഓരോ ആളും ഈ യഹൂദ വംശത്തിൽ പിറക്കുന്നവർ, അബ്രഹാമിന്റെ സന്തതിയായി പിറക്കുന്നവർ ഈ ഉടമ്പടിയിലേക്കാണ് പിറക്കുന്നത്, ജനിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ആത്മീയ പരിച്ഛേദനയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ പരിച്ഛേദനയെക്കുറിച്ചാണ് നമ്മൾ ഇന്നു മുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17:10 നമ്മൾ ഈ പരിച്ഛേദനയെക്കുറിച്ചുള്ള കാര്യം വായിച്ചത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുനിൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇത് പുതിയ നിയമത്തിന്റെ പരിച്ഛേദനയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പഴയ നിയമകാലത്ത് അബ്രഹാമിനോട് ദൈവം ചെയ്തതായ ആ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദന എന്നുള്ളതായ ആ ഒരു പ്രവൃത്തി ദൈവം കൽപ്പിച്ചു, ഒരു അടയാളമായിട്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ ആ ഉടമ്പടി ആത്മീയമായ ഒരു പരിച്ഛേദനയാൽ അടയാളമായി നമ്മളിൽ ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വചനഭാഗത്തൂടെ പ്രധാനമായിട്ട് പഠിക്കുന്നത്. നോക്കൂ, കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എന്താണ് പറയുന്നത്? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. എന്താണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജഡശരീരം നമുക്ക് വേണ്ടി നൽകി. യേശുക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി നൽകിയതിലൂടെ ആ ജഡശരീരം, പാപമുള്ളതായ ആ ജഡശരീരം നമ്മളിൽ നിന്നും നീക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന. അങ്ങനെ ആ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും നമുക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായ പരിച്ഛേദന എന്ന് പറയുന്നത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാണ്. എന്താണ് ഈ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്നത്? പഴയ നിയമകാലത്ത് ജനിച്ച എല്ലാ ആൺകുട്ടികളും കൈകൊണ്ടുള്ള പരിച്ഛേദനയായിരുന്നു ഏറ്റത്. ആ പരിച്ഛേദനയിലൂടെ അവരുടെ മേൽ ആ ഉടമ്പടിയുടെ അടയാളം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതൊരു വ്യക്തിയും അബ്രഹാമിലൂടെ ദൈവം യേശുക്രിസ്തുവിലേക്ക് പകർന്നതായ യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് പകരുന്നതായ ആ നിയമത്തിന്റെ അടയാളം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നമ്മളിൽ ആ അടയാളം ഉണ്ടോ എന്നുള്ളത്. ഈ വചന ശുശ്രൂഷയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ആ നിയമത്തിന്റെ അടയാളം ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക അത്രേ വേണ്ടത്.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ നമ്മുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും നമുക്ക് ലഭിച്ചു. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, അതെ 2 കൊരിന്ത്യർ 5:17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സർവ്വതും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്? കേവലം ഒരു ബൈബിൾ വേഴ്സ് എന്ന നിലയിൽ നമ്മളതിനെ വായിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ആ വാക്യം പറയുന്നതായ ആത്മീക സത്യം എന്താണെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരുവൻ വിശ്വസിക്കുമ്പോൾ. എന്താണ് വിശ്വസിക്കുന്നത്? യേശുവിൻ്റെ രോഗം മാറും എന്നുള്ളതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. യേശു നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും എന്നുള്ളതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ഏറ്റവും പ്രധാനമായി വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാനത്ത് ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു പാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് തൻ്റെ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ജഡശരീരം, പാപശരീരം, അതേ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യനെ വെച്ചുകൊണ്ടാണ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടത്, യേശുക്രിസ്തുവിനെ അറിഞ്ഞത്. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന് വേണ്ടി താൻ ചെയ്ത കാര്യം എന്താണെന്ന് അറിഞ്ഞ് അതിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ സംഭവിക്കുന്നത്, അതേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ജഡശരീരം അവൻ ക്രൂശിൽ തറച്ചതുപോലെ നമ്മളുടെ ഈ പഴയ മനുഷ്യനെയും നമ്മൾ അവനോടുകൂടെ ക്രൂശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പഴയ സെൽഫ്, നമ്മുടെ പഴയ ശരീരം, ഇവിടെ ഞാൻ സെൽഫ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്. കേവലം ശരീരം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ പഴയ സ്വയം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ പഴയ സ്വയത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരുപക്ഷെ നമ്മൾ സ്വയം എന്ന നിലയിലായിരിക്കും നമ്മുടെ ജഡത്തെ കൂടുതലായി നമ്മൾ അറിയുന്നത്. അതേ മദ്യപാനത്തിന് അടിമത്തമുള്ളതായ ആ പഴയ സ്വയം, അതേ വെറുക്കൂത്തുകൾക്കും വ്യഭിചാരത്തിനും ലോകത്തിൽ ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിക്കും ഒക്കെ വളരെയധികം പെട്ടെന്ന് കീഴ്പ്പെടുന്നതായ അത് എൻ്റെ ആ പഴയ സ്വയം, ആ സ്വയത്തെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അത് യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ, ഞാൻ ദൈവവൈതൽ ആകുന്നതിലൂടെ ആ ശരീരം, ആ സ്വയം എന്നിൽ നിന്നും മാറിപ്പോവുകയാണ്. ഇവിടെ പരിച്ഛേദനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അബ്രഹാമിക് റിലീജിയൻ, അതേ ജൂയിഷ് റിലീജിയനിലും അതേപോലെ തന്നെ ഇസ്ലാമിലും ഈ പരിച്ഛേദനയുണ്ട്. ആ പരിച്ഛേദന ചെയ്യുമ്പോൾ അവരുടെ ഫോർസ്കിൻസ് അതെ കട്ട് ചെയ്ത് എടുത്തെറിയുക ചെയ്യുന്നത്. അതാരും സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് എറിയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇനി ഞങ്ങൾക്കിത് വേണ്ട, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, എന്നേക്കുമായി ആ അശുദ്ധമായത് ഞങ്ങളെ നശിപ്പിക്കുന്നത് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അവർ എടുത്തെറിയുക ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ പഴയ സ്വയത്തെ അവൻ എടുത്ത് എറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒരിക്കൽ ഞാനും എൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. ഞങ്ങൾ ഈരണ്ടായിട്ടാണ് കടന്നുപോയത്. ആ പ്രവർത്തനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ റിപ്പോർട്ടിംഗ് സെഷന് വേണ്ടി ഇരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അവർ ഫീൽഡിൽ പോയപ്പോൾ നേരിട്ടതായ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പോയ സ്ഥലത്ത് വലിയൊരു എതിർപ്പ് ഞങ്ങൾക്കുണ്ടായി. ഒരാൾ എന്നോട് വളരെ ശക്തമായി ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവർ പറയാണ്, എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ 2 എണ്ണം അവിടെ പൊട്ടിച്ചേനേയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു പഴയ സ്വഭാവം ഇന്ന് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ ഓർമ്മയിലില്ല. അതെല്ലാം തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അതെല്ലാം നമ്മളിൽ നിന്നും അകന്നുപോയി. അതിനെ ഓർക്കാനോ അതിനെക്കുറിച്ച് ചിന്തിപ്പാനോ ധ്യാനിപ്പാനോ നമുക്കിടയാകരുത്. കാരണം നമ്മൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. ഒരു ഇസ്ലാമിക് റിലീജിയനിൽപ്പെട്ട ആളുകളാണെങ്കിലോ ഒരു ജൂവിഷ് റിലീജിയനിൽപ്പെട്ട ആളുകളാണെങ്കിലോ ഫിസിക്കലി അവർ ഇപ്രകാരം സർക്കംസിഷൻ ചെയ്യുമ്പോൾ, പരിച്ഛേദന ചെയ്യുമ്പോൾ ഒരിക്കലും ആ ആഗ്രഹം അവർ സൂക്ഷിച്ചു വെക്കത്തില്ല. കാരണം അത് എന്നേക്കുമായി എറിഞ്ഞു കളയാനുള്ളതാണ്. അതൊരിക്കലും അവരുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവുകയില്ല. പക്ഷെ അതിൻ്റെ അടയാളം അവരുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ, അവനെ ഏറ്റുപറയുന്നതിലൂടെ, ദൈവ പൈതലായി തീരുന്നതിലൂടെ പഴയ സ്വയം നമ്മളിൽ നിന്നും എറിയപ്പെടുകയാണ്. പക്ഷേ ഇന്ന് എത്ര പേര് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായി ക്രിസ്ത്യാനികൾ പോലും ആ പഴയ സ്വയത്തിലുള്ളതായ മദ്യപാനം, പുകവലി, അതേ വേണ്ടാത്തതായ പ്രവൃത്തികൾ, ദുർശീലങ്ങൾ ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ട്.
നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, നമുക്കിവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ സാധിക്കുമോ? ലഹരി മരുന്ന് പോലും ഉപയോഗിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നതായ ആളുകളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവർ ആരും തന്നെ ഇങ്ങനെയുള്ള ആത്മീയമായ പരിച്ഛേദനയിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിൽ ദൈവത്തിൻ്റെ ആ നിയമത്തിൻ്റെ അടയാളം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിയമത്തിൻ്റെ അടയാളമുള്ളതായ ആളുകൾ, ഇപ്രകാരം ആത്മീയമായ പരിച്ഛേദന ഏറ്റവരായ ആളുകൾക്കാണ് പറയാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ നിത്യത സ്വർഗത്തിലായിരിക്കും. അതെ, അബ്രഹാമിന് ദൈവം കൊടുത്തതായ ആ നിയമത്തിൻ്റെ പ്രത്യേകത, അത് ഒരു ആത്മീക നിയമമായിരുന്നു. നിത്യതയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു നിയമമായിരുന്നു. ഈ ഭൂമിയിൽ അവർക്ക് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു നിയമമായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അതെ, ഈ ആത്മീയമായ പരിച്ഛേദന കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പഴയ സ്വയം ഉരിഞ്ഞു കളഞ്ഞ് നമ്മൾ കൈകൊണ്ടല്ലാത്തതായ ഒരു പരിച്ഛേദന നമ്മൾ ഏൽക്കുന്നു. അടുത്ത ദിവസം ഇതിൻ്റെ കൂടുതലായ വിശദമായ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരമുള്ള ആത്മീക പരിച്ഛേദനയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. അതെ, കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതായ ആളുകൾ തീർച്ചയായിട്ടും ഈ ആത്മീയ പരിച്ഛേദനയുടെ അടയാളം അവരുടെ ശരീരത്തിൽ വഹിക്കുന്നവരാണ്. അവരെപ്പോഴും ചിന്തിക്കും, ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല, ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആത്മീക പരിച്ഛേദനയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ആ ആത്മീയമായ പരിശോധന ലഭിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.